ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കെ കുറച്ച് ഭാഗം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇംഗ്ലീഷിലായതുകൊണ്ടാണ്, ഇംഗ്ലീഷിനില്ല വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണെങ്കിലും ചിലപ്പോൾ എനിക്ക് മനസ്സിലാകില്ലല്ലോ. അന്നേരം എന്താ ചെയ്യുക? അവിടെ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വട്ടക്കണ്ണി കാണുന്നുണ്ടോ? അതുമേലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാനതിങ്ങ് നീക്കുക. ഏത് ഭാഗമാണോ മനസ്സിലാകാത്തത് ആ ഭാഗത്തേക്ക് ഞാനങ്ങ് വെച്ച് കഴിഞ്ഞാൽ കണ്ട അതിൻ്റെ മലയാളം എനിക്കിവിടെ വന്ന് താഴെ ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്ത ഭാഗവും അതിൻ്റെ മലയാളത്തിൽ എനിക്കത് മനസ്സിലാക്കിയെടുക്കുക. അത് മാത്രമല്ല ഈ മലയാളത്തിൽ വന്ന ആ ടെക്സ്റ്റ് എനിക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. അടിപൊളി. ഇങ്ങനെ മാത്രമല്ല കേട്ടോ, ഇപ്പം വാട്സപ്പിൽ ആരെയായിട്ടെങ്കിലും ചാറ്റ് ചെയ്യുന്ന നേരം വാട്സപ്പിൽ പുറത്തുള്ള ആരെയായിട്ടെങ്കിലും, അതായത് നമ്മളെ ഭാഷ അല്ലാത്ത നമുക്ക് അറിയാത്ത ഒരു ഭാഷക്കാരായിട്ട് നമ്മൾ സംസാരിക്കുന്ന നേരം അവർ പറയുന്നത് അവരെഴുതിയിരുന്നത് മനസ്സിലാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഏത് ഭാഗത്തുനിന്നും ഫോണിൻ്റെ ഏത് ഭാഗത്തുള്ള ഏത് ഭാഷയിലുള്ള സംഗതികളും നമുക്ക് നമ്മളെ ഭാഷയിൽ അതേ സ്ഥലത്ത് വെച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്ക്രീൻ ട്രാൻസ്ലേറ്റർ കേട്ടോ. ഇതെങ്ങനെ ഉപയോഗിക്കുക? അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ഐക്കണ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇത് ഓണാക്കണം. ഓണാക്കുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം? മേലെ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒന്നാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് ഭാഷയിലുള്ളതാണോ നമുക്ക് വേണ്ടത് അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഭാഷ ഏതാണോ, നമുക്ക് മനസ്സിലാക്കേണ്ട ഏത് ഭാഷയാണോ, മലയാളം അല്ലേ, അതും രണ്ടാമതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ബട്ടൺ ഒന്ന് ഓണാക്കി കൊടുക്കുക. ഇത് ഓഫിലുണ്ടാകുക, ഓണാക്കി കൊടുക്കുക. ഓണാക്കുന്നതിന് ഒരു പെർമിഷൻ ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓണാക്കി കഴിഞ്ഞാൽ ഇതാ ഈ വട്ടക്കണ്ണി ഈ സാധനം കാണുന്നില്ലേ, അതിവിടെ വരും. ഇവിടെ എവിടെയെങ്കിലും എടുത്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭാഗത്ത് അവിടെ കൊണ്ടാച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ എവിടെ നിന്നാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നീക്കി കൊണ്ടുപോയിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് അതൊരു ബോക്സ് ആക്കുക. കണ്ടോ, ഞാനിപ്പം ന്യൂസ് എന്നുള്ള അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കുന്നേരം അതിൻ്റെ വാർത്ത വന്ന്. സംഭവം എന്തായാലും അടിപൊളിയാണ്, പല സമയത്തും വളരെ ഉപകാരമുള്ളതാണ്. നിങ്ങൾക്കിത് ഉപകാരം തോന്നിക്കിൻ്റെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കെ. ആവശ്യക്കാർ മാത്രം ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.